മഹാഭാരതത്തിലെ വനപർവ്വത്തിൽ പാണ്ഡവന്മാർ ഏകദേശം 12 വർഷം വനവാസം ചെയ്ത് അവസാനിപ്പിക്കാറായി. അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. അർജുനൻ്റെ തപസ് കൊണ്ട് ദിവ്യാസ്ത്രങ്ങൾ നേടിയെടുത്തു. ദേവലോകത്തിൽ സന്ദർശിച്ച് അദ്ദേഹം ദിവാതകവച കാലകേയന്മാരാകുന്ന അസുരന്മാരെ നിഗ്രഹിച്ച് ദേവന്മാർക്ക് ഉപകാരം ചെയ്തു. ഇന്ദ്രൻ്റെ അനുഗ്രഹം, ദിവ്യാസ്ത്രങ്ങളോടൊപ്പം ദിവ്യമായ കിരീടം ഒക്കെ നേടിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നു. അവരെല്ലാവരും ആ ഗന്ധമാദന പർവ്വതം വിട്ട് ദ്വൈതവനത്തിലേക്ക് തിരിച്ചു വന്നു. ആ ദ്വൈതവനത്തിൽ കഴിഞ്ഞുകൊണ്ട് അവർ മഴക്കാലം, 2 മാസക്കാലം മഴക്കാലം, പിന്നീട് ശരത്കാലം, ഈ 2 ഋതുക്കൾ അവർ തള്ളി നീക്കി. അതിനുശേഷം ഋഷി സംഘത്തോടൊപ്പം അവർ ഉത്തമമായ യോഗം ചെയ്തു. തപശ്ചര്യകളെ അനുഷ്ഠിച്ചുകൊണ്ട് ആദ്യം അവർ സന്ദർശിച്ച കാമ്യകവനത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു. അവിടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരൊക്കെ തന്നെ അവരെ പൂജിച്ചു, സ്വീകരിച്ചു. ആ സമയത്താണ് ഒരു ബ്രാഹ്മണൻ അവരോട് പറഞ്ഞത്, അർജുനൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഉടനെ ഇങ്ങോട്ട് വരുന്നതാണ്. സ ഏഷ്യതി മഹാബാഹു വശീ ശൗരിരുദാരധീഹി. മഹാബാഹുവായിട്ടുള്ള എല്ലാവരെയും തൻ്റെ വശം ചേർക്കുന്നവനായ, വശ്യവചസ്സും വശ്യമായ സ്വഭാവവും രൂപവും ഉള്ള ശൗരി, ശൂര വംശത്തിൽ ജനിച്ചതായ ശ്രീകൃഷ്ണൻ, ഉദാരമനസ്കനായ ഭഗവാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഔത്സുക്യത്തോടുകൂടി ഇങ്ങോട്ട് വരികയാണ്, നിങ്ങളുടെ ശ്രേയസ് അന്വേഷിക്കാൻ വേണ്ടി. അതോടൊപ്പം നിങ്ങളെ കാണാൻ വേണ്ടി വേറെയും ഒരു മഹാത്മാവ് വരികയാണ്. ആരാണ്? ബഹുവത്സര ജീവിച്ച മാർക്കണ്ഡേയോ മഹാതപാഹ. അനേകായിരം വർഷങ്ങളായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദീർഘായുസ്സായിട്ടുള്ള സ്വാധ്യായ തപസായുക്ത ക്ഷിപ്രം യുഷ്മാൻ സമേഷ്യതി. സ്വാധ്യായം കൊണ്ടും തപസ്സുകൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജീവിക്കുകയും അതേസമയത്ത് വാർദ്ധക്യം ബാധിക്കാതെ എന്നും 25 വയസ്സുള്ളതുമായ മാർക്കണ്ഡേയ മഹർഷി നിങ്ങളെ കാണാൻ വരികയാണ് എന്ന് ഈ ബ്രാഹ്മണൻ പറഞ്ഞു തീരുമ്പോഴേക്കും അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമാ സമേതനായിട്ട് എത്തി. മഘവാനിവ പൗലോമ്യാ സഹിത സത്യഭാമയ എന്ന് പറഞ്ഞിരിക്കുന്നു. സാക്ഷാൽ ഇന്ദ്രൻ ശചീദേവിയോടൊപ്പം വരുന്നത് പോലെ സത്യഭാമാ സമേതനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നത്. ഭഗവാന്റെ സ്വഭാവം അങ്ങനെയാണ്. ഭഗവാൻ മിക്കപ്പോഴും യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴും ദീർഘയാത്ര ചെയ്യുമ്പോഴും കൂടെ കൊണ്ടു നടക്കാറുള്ളത് സത്യഭാമയാണ്, തൻ്റെ പ്രിയപ്പെട്ട രുക്മിണിയെ അല്ല എന്നുള്ളത് ഭഗവാന്റെ ജീവിതത്തെ ഒരു പ്രധാന കാര്യമാണ്. കാരണം സത്യഭാമാദേവിക്ക് അത്യാവശ്യം തേര് തളിക്കാൻ അറിയാം, രഥം ഓടിക്കും, അതുപോലെ യുദ്ധം ചെയ്യാനും അറിയാം. അങ്ങനെയുള്ള ഒരു വീരവനിതയാണ് സത്യഭാമ. അതുകൊണ്ടായിരിക്കാം സത്യഭാമയെ ഈ ദൂരയാത്രകളിൽ കൂടെ കൊണ്ടു നടക്കുന്നത്. അവർ വന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മപുത്രരെ നമസ്കരിച്ചു, ഭീമനെ വണങ്ങി, ധൗമ്യ മഹർഷിയെ പൂജിച്ചു, നകുല സഹദേവന്മാരെ അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ അവരാൽ അഭിവന്ദിക്കപ്പെട്ടു. തൻ്റെ പ്രിയനായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള അർജുനനെ പലതവണ ആലിംഗനം ചെയ്തു. വീണ്ടും അദ്ദേഹം ആലിംഗനം ചെയ്തു. പാഞ്ചാലിയെ ആശ്വസിപ്പിച്ചു. സത്യഭാമയും പാഞ്ചാലിയെ ആലിംഗനം ചെയ്തു. പാണ്ഡവന്മാർ പുരോഹിതനോടൊപ്പം പുണ്ഡരീകാക്ഷനെ പൂജിച്ചു, താമരക്കണ്ണനായ ശ്രീകൃഷ്ണനെ പൂജിച്ചു എന്നും പറഞ്ഞു. അർജുനൻ വനവാസകാലത്ത് ചെയ്തതായ അവരനുഭവിച്ച ദുഃഖങ്ങളും അതോടൊപ്പം ചെയ്ത വലിയ മഹത്തായ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. സുഭദ്ര, തൻ്റെ പത്നിയായ സുഭദ്ര, അഭിമന്യു മകൻ, ഇവരൊക്കെ യാദവപുരിയിലാണ് കഴിയുന്നത്. അവരെക്കുറിച്ച് പ്രത്യേകമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ ഭഗവാൻ ധർമ്മപുത്രരോട് പറഞ്ഞു, ധർമ്മപര പാണ്ഡവ രാജ്യലാഭാത് തസ്യാർത്ഥമാഹുസ്തവ ഏവ രാജൻ സത്യാർജവാഭ്യാം ചരതാം സ്വധർമ്മം ജിതസ്തുയായം ച പരശ്ച ലോക. ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാൻ ധർമ്മപുത്രരോട് പറയുകയാണ്, അല്ലയോ പാണ്ഡവ, അങ്ങ് രാജ്യലാഭത്തേക്കാൾ ധർമ്മത്തെയാണ് ശ്രേഷ്ഠമായി കാണുന്നത്. ആ ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എന്താണ്? തപസ്സാണ് ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അംഗം. അതങ്ങ് ഭംഗിയായിട്ട് നിർവഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യം, ആർജവം,
ആർജവം എന്ന് വെച്ചാൽ നേരെ വാ നേരെ പോ എന്ന ഋജുബുദ്ധി, സത്യം പറയുക, സത്യം പ്രവർത്തിക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള സദ്ഗുണങ്ങളോടൊപ്പം തന്നെ അങ്ങ് സ്വധർമ്മവും പാലിക്കുന്നത് കൊണ്ടാണ് അങ്ങ് ധർമ്മിഷ്ഠനായി തീർന്നതും. അങ്ങ് ഇഹലോകത്തെയും പരലോകത്തെയും ജയിച്ചിരിക്കുന്നു. ഇഹലോക സുഖം നേടാൻ യോഗ്യത നേടിയിരിക്കുന്നു, അതുപോലെ പരലോക സുഖത്തിനും അങ്ങ് യോഗ്യത പ്രാപിച്ചിരിക്കുന്നു. പിന്നെ അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ന ഗ്രാമ്യധർമ്മേഷു രതിസ്തവാസ്തി കാമന്ന കിഞ്ചിത് ഗുരുതേ നരേന്ദ്ര. അങ്ങക്ക് ഗ്രാമ്യധർമ്മങ്ങളിൽ, അതായത് നികൃഷ്ടമായ വില കുറഞ്ഞ സുഖങ്ങളിൽ അങ്ങക്ക് താല്പര്യമില്ല. കാമത്തിന് വേണ്ടി, സുഖലാഭത്തിന് വേണ്ടി അങ്ങ് എന്തെങ്കിലും ചെയ്യാറുമില്ല. എന്നുവെച്ചാൽ അർത്ഥലോഭാത് പ്രജഹാസി ധർമ്മം. അർത്ഥലോഭം കൊണ്ട്, ധനലോഭം കൊണ്ട് അങ്ങ് ധർമ്മത്തെ ഉപേക്ഷിക്കാറില്ല. തസ്മാത് പ്രഭാവാദസി ധർമ്മരാജ. ഈ ധർമ്മത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് അങ്ങയെ എല്ലാവരും ധർമ്മരാജാവ് എന്ന് വിളിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രമാണപത്രമാണ്, ഭഗവാൻ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് യുധിഷ്ഠിരന്. അങ്ങ് ധർമാത്മാവാണ്, ധർമ്മരാജനാണ്, ആ പേരിന് അങ്ങ് സർവഥാ യോഗ്യനാണ്. ദാനം ച സത്യം ച തപശ്ച രാജൻ ശ്രദ്ധ ച ബുദ്ധിശ്ച ക്ഷമാ ധൃതിശ്ച അവാപ്യ രാഷ്ട്രാണി വസൂനി ഭോഗാനേഷാ പരാപാർത്ഥ സദാരതിസ്തേ. അങ്ങക്ക് വേറെയും യോഗ്യതകളുണ്ട്. ദാനം, സത്യം, തപസ്, ശ്രദ്ധ, ബുദ്ധി, ക്ഷമ, ധൃതി മുതലായ കാര്യങ്ങൾ. അങ്ങക്ക് വലിയ ഒരു വിശാലമായ രാഷ്ട്രവും ആ രാഷ്ട്രത്തിലെ സമ്പത്തും മുഴുവൻ നേടിയിട്ടും അതിലെ ഭോഗസുഖങ്ങൾ നേടാൻ സാധിച്ചിട്ടും ആ ഭോഗസുഖങ്ങളെക്കാൾ അങ്ങ് ഈ ദാനം, സത്യം, തപസ്, ശ്രദ്ധ, ക്ഷമ മുതലായ സദ്ഗുണങ്ങളെയാണ് അങ്ങ് ശ്രേഷ്ഠമായിട്ട് പരിഗണിച്ചത്. അതുകൊണ്ട് അങ്ങക്ക് ഒരിക്കലും ദീർഘകാലം ദുഃഖം അനുഭവിക്കേണ്ടി വരികയില്ല. യഥാ ജനൗഘ കുരുജാംഗനാനാം കൃഷ്ണം സഭായാം അവശാം അപശ്യത് അപേതധർമ്മവ്യവഹാരവൃത്തം സഹേതപാണ്ഡവ കസ്ത്വതന്യ. ആ കുരുജാങ്കലത്തിലെ ഹസ്തനപുരിയിലെ ജനങ്ങൾ എന്നാണോ അങ്ങയുടെ പത്നിയായ കൃഷ്ണയെ സഭയിൽ അവശയായിട്ട് കണ്ടത്, അപമാനിക്കപ്പെട്ട അവസ്ഥയിൽ കണ്ടത്, ധർമ്മത്തെ വിട്ട് പ്രവർത്തിക്കുന്നവരായ ദുശാസനാദികൾ, ദുര്യോധനാദികൾ ചെയ്ത ദുഷ്കർമ്മങ്ങളെ അങ്ങല്ലാതെ മറ്റാരാണ് ക്ഷമിക്കുക? എന്ന് വെച്ചാൽ അങ്ങയുടെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ക്ഷമ, ധൃതി, ഇന്ദ്രിയ നിഗ്രഹം, ശ്രദ്ധ മുതലായിട്ടുള്ള സദ്ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങ് അതിനെ ക്ഷമിച്ചത്. അതുകൊണ്ട് തന്നെ അങ്ങ് ധർമ്മിഷ്ഠനാണ്, ക്ഷമയാണ്, തപസ്സാണ്, സത്യമാണ്, ദാനവും ദയയും അഹിംസയും ബ്രഹ്മചര്യവും ഒക്കെയാണ് ധർമ്മത്തിൻ്റെ ലക്ഷണം. അതൊക്കെ അങ്ങയിൽ വിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ധർമ്മരാജാവാണ്, ധർമ്മിഷ്ഠനാണ്. അതുകൊണ്ട് അങ്ങക്ക് ശാശ്വതമായ സുഖം കൈവരും എന്നുള്ളതാണ്. അങ്ങക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇമേ വയം നിഗ്രഹേണ ഗുരുണാം യതി പ്രതിജ്ഞ ഭവത സമാപ്ത. അങ്ങയുടെ പ്രതിജ്ഞയുടെ കാലയളവ് കഴിഞ്ഞുവെങ്കിൽ ഞങ്ങൾ യാദവന്മാർ അങ്ങയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പാഞ്ചാലിയോട് പറഞ്ഞു, കൃഷ്ണേ, നിൻ്റെ മക്കൾ 5 പേര് ദ്വാരകയിൽ വസിച്ചുകൊണ്ട് ധനുർവേദം പഠിച്ചു വരികയാണ്. നല്ല താല്പര്യത്തോടുകൂടി അവർ പഠിക്കുന്നു. അവർ സദാചാര നിരതരാണ്, സുശീലം ഉള്ളവരാണ്. അതുപോലെ അവർക്ക് ദ്വാരകയോട് പ്രത്യേകമായ ഒരു മമതയുണ്ട്. മുത്തച്ഛനായ മാതാമഹനായ ദ്രുപദനും അമ്മാവനായ ധൃഷ്ടദ്യുമ്നൻ മുതലായവരും പാഞ്ചാല രാജ്യത്തേക്ക് ക്ഷണിച്ചിട്ടും അവർ പോയില്ല. കാരണം ഈ ആനർത്ത ദേശം ദ്വാരകാപുരി അവർക്ക് ദൈവപുരിയെപ്പോലെ, സ്വർഗപുരിയെപ്പോലെ പ്രിയങ്കരമാണ് എന്നുള്ളതാണ്. അതുപോലെ കുന്തിദേവിയും സുഭദ്രയും ഒക്കെ അവർക്ക് സദാചാരം പറഞ്ഞുകൊടുത്ത് അവരെ നല്ല കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവരികയാണ്. എൻ്റെ പത്നിയായ രുക്മിണിയിൽ എനിക്ക് ജനിച്ച മകനായ പ്രദ്യുമ്നൻ അവർക്ക് ധനുർവേദം പഠിപ്പിച്ചു കൊടുക്കുന്നു. മരുമകനായ അഭിമന്യു, സുനീധൻ, അനിരുദ്ധൻ, രുക്മിണിയുടെ അല്ലെങ്കിൽ പ്രദ്യുമ്നൻ്റെ മകനായ അനിരുദ്ധൻ മുതലായ കുമാരന്മാരോടൊപ്പം തന്നെ പ്രദ്യുമ്നൻ അവരെയും നിൻ്റെ മക്കളെയും സ്നേഹിക്കുകയും അവരെയും ധനുർവേദാദികൾ പഠിപ്പിക്കുകയും അവർക്ക് സ്വന്തമായി ആനയും തേരും കുതിരയും ഒക്കെ ഉണ്ട്. അവർ അതിലൂടെ സഞ്ചരിച്ച് ജനങ്ങളെ ദർശനം ചെയ്യുന്നു. അങ്ങനെ അവർ നല്ല രീതിയിൽ വളർന്നു വരികയാണ്. അല്ല യുധിഷ്ഠിര, അങ്ങ് ആജ്ഞാപിക്കേണ്ട താമസം ഞങ്ങളുടെ സൈന്യം, യാദവ സൈന്യം അങ്ങയുടെ ചൊൽപ്പടിക്ക് കീഴിൽ വന്നുകൊണ്ട് യുദ്ധം ചെയ്യും. ദുര്യോധനാദികളെ നരകൻ, ശാല്വൻ മുതലായ ദുഷ്ടാത്മാക്കൾ ചെന്ന വഴിയെ അവരെ പറഞ്ഞയക്കുകയും ചെയ്യും, വധിക്കും എന്നർത്ഥം. അപ്പോൾ യുധിഷ്ഠിരൻ ഭഗവാനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഭവാൻ ഗതി സ്ത്വച്ഛരണാഹി പാർത്ഥാഹ. അങ്ങ് ഞങ്ങൾക്ക് ആശ്രയമാണ്, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. ഞങ്ങൾ പാർത്ഥന്മാർക്ക് അങ്ങ് തന്നെയാണ് ശരണം.
എന്ന് തിരിച്ച് ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, 12 വർഷം കഴിയാറായിരിക്കുന്നു, 1 വർഷം കൂടിയുണ്ട്, അജ്ഞാതവാസത്തിൻ്റെ കാലം കൂടി കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ആ സന്ദർഭത്തിലാണ് അവിടെ അജരാമരൻ ആയിട്ടുള്ള ബ്രഹ്മർഷിയായ മാർക്കണ്ഡേയ മഹർഷി അങ്ങോട്ട് എഴുന്നള്ളുന്നത്. ബഹുസഹസ്ര വാർഷികനായ മുനി എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നത്. അനേകായിരം വർഷങ്ങൾ തപശക്തി കൊണ്ട് നേടിയെടുത്ത ദീർഘായുസ് ആയിട്ട് സഞ്ചരിക്കുന്ന അദ്ദേഹത്തെ കണ്ടാൽ 25 വയസ്സ് മാത്രമേ തോന്നിക്കുകയുള്ളൂ. അദ്ദേഹം വന്നു. ശ്രീകൃഷ്ണനും പാണ്ഡവന്മാരും സത്യഭാമയും പാഞ്ചാലി എല്ലാവരും ചേർന്ന് ആ മാർക്കണ്ഡേയ മഹർഷിയെ പൂജ ചെയ്തു, യഥാവിധി പൂജിച്ചു. ഭഗവാൻ തന്നെ അദ്ദേഹത്തോട് ആദ്യം ചോദിക്കുകയാണ്, മഹർഷിയെ, പാണ്ഡവന്മാരും കൃഷ്ണയും ഞാനും സത്യഭാമയും എല്ലാവരും അങ്ങയുടെ മുന്നിൽ തൊഴുകയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. സദാചാരാൻ സനാതനാൻ രാജ്ഞാം സ്ത്രീണാം ഋഷീണാം ച മാർക്കണ്ഡേയ വിചക്ഷ്വന. മഹർഷി, അങ്ങ് ഞങ്ങൾക്ക് സനാതന ധർമ്മങ്ങളെ പറഞ്ഞു തരൂ, സനാതനമായ സദാചാരങ്ങളെ പറഞ്ഞു തരൂ. ഇന്ന് ഈ കാലഘട്ടത്തിൽ സാന്ദർഭികമായിട്ട് ഓർക്കുകയാണ്, ഈ സനാതനധർമ്മം എന്താണ് എന്തല്ല എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. മഹാഭാരതത്തിലും ശ്രീമദ് ഭാഗവതത്തിലും പുരാണങ്ങളിലും സനാതനധർമ്മത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ആ ഭാഗങ്ങൾ എടുത്തു നോക്കാം. ഇവിടെ മാർക്കണ്ഡേയ മഹർഷിയോട് സനാതനധർമ്മങ്ങളെക്കുറിച്ച്, സനാതനമായ സദാചാരങ്ങളെക്കുറിച്ച് ഭഗവാൻ തന്നെ ചോദിക്കുകയാണ്. സ്ത്രീകൾക്കും രാജാക്കന്മാർക്കും ഋഷിമാർക്കും ഒക്കെ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മത്തെ. ഈ സംവാദം നടന്നുകൊണ്ടിരിക്കെ അവിടെ അത്ഭുതമെന്ന് പറയട്ടെ, നാരദ മഹർഷിയും എത്തിച്ചേർന്നു. അദ്ദേഹവും മഹാജ്ഞാനിയാണ്. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹവും ഈ ചർച്ചയെ അനുമോദിച്ചു. നല്ല ഒരു സജ്ജന സഭയാണ് അവിടെ നടക്കാൻ പോകുന്നത്, സത്സംഗമാണ് നടക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞാണ് അദ്ദേഹവും വന്നത്. എല്ലാവരെയും പാണ്ഡവന്മാരെ പൂജിച്ചു. അവിടെ സനാതനനായ കൃഷ്ണൻ പറഞ്ഞു എന്ന് വ്യാസൻ പറയുന്നു. സനാതന ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ കുടികൊള്ളുന്നതായ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹം തന്നെയാണ് സനാതനൻ. ആ ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേരാനുള്ള കർമ്മങ്ങളാണ്, സൽക്കർമ്മങ്ങളെയാണ് വാസ്തവത്തിൽ സദാചാരങ്ങൾ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്, സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്നാണ് അവിടെ വ്യാസൻ്റെ വിവക്ഷ. ആ സനാതനനായ കൃഷ്ണൻ വീണ്ടും മഹർഷിയോട്, മഹർഷിയെ പറയൂ, ബ്രഹ്മർഷിയെ പറയൂ എന്ന് വീണ്ടും പറഞ്ഞു. എല്ലാവരും അദ്ദേഹം എന്ത് പറയുന്നു അറിയാൻ വീർപ്പടക്കി നിൽക്കുമ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് വീണ്ടും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷിയെ, അങ്ങ് പുരാതന ഋഷിയാണ്, അങ്ങയെ കാത്തിരുന്ന് ഞങ്ങൾക്ക് ഇന്നാണ് ഇത് സുവർണമായ അവസരം കിട്ടിയിരിക്കുന്നത്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമോ? ശുഭാശുഭ കർമ്മങ്ങൾ, ശുഭവും അശുഭവുമായ കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യന് ഫലം സിദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഈശ്വരനാണോ കർമ്മഫലം നൽകുന്നത്? അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ കർമ്മഫലം നൽകുന്നത് എങ്ങനെയാണ്? സുഖദുഃഖ പ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അതിനുള്ള ഫലങ്ങൾ ഈ ലോകത്തിലാണോ അല്ല പരലോകത്തിലാണോ കിട്ടുക? 2 സ്ഥലത്തും ഫലം കിട്ടും എന്നാണെങ്കിൽ ഇഹലോക സുഖത്തിൻ്റെയും പരലോക സുഖത്തിൻ്റെയും സംയോഗം എവിടെയാണ്? ഇതായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ബ്രഹ്മർഷിയായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം, എങ്കിലും അങ്ങ് ലോകമംഗളത്തിന് വേണ്ടി, ലോകകല്യാണത്തിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ച് ഇതൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് ഒരു ആമുഖമായി പറഞ്ഞുകൊണ്ട് മാർക്കണ്ഡേയ മഹർഷി അദ്ദേഹത്തിന് സദാചാരങ്ങളെക്കുറിച്ച് പറയുന്നു. പുണ്യപാപകർമ്മങ്ങളുടെ സ്വഭാവം, അതുകൊണ്ട് നേടുന്നതായ ഫലം എന്താണ്, കർമ്മഫലം എന്താണ് എന്ന കാര്യമാണ്. തുടർന്ന് മാർക്കണ്ഡേയ മഹർഷി അവിടെ കൂടി നിൽക്കുന്ന പാണ്ഡവന്മാരോടും യാദവന്മാരോടുമായിട്ടുള്ള ശ്രീകൃഷ്ണൻ മുതലായിട്ട് ആളുകളോടും അദ്ദേഹം ഉപദേശിക്കുന്നത്. നാരദ മഹർഷി അവിടെ ഒരു സാക്ഷിയായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷിയുടെ ധർമ്മോപദേശങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് എന്ന് ഇനി കേൾക്കാം.